നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രത്തിന് ശക്തമായ പ്രഹരവുമായി ഡൽഹി മാർച്ച്. കർഷകരുടെ ദില്ലി മാർച്ചിനെ നേരിടാൻ ഹരിയാന ദില്ലി അതിർത്തികളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഹരിയാനയിലെ 7 ജില്ലകളിൽ നിരോധനാജ്ഞയും ഇന്റർനെറ്റ് നിരോധനവും പ്രഖ്യാപിച്ചു. കർഷകർ ദില്ലിയിലേക്ക് കടക്കുന്നത് തടയാൻ അതിർത്തികൾ അടച്ചു. താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി 200ഓളം കർഷക സംഘടനകളാണ് ചൊവ്വാഴ്ച സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 വർഷം മുൻപ് നടന്ന കർഷക സമരത്തിലെ സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ഹരിയാന ദില്ലി അതിർത്തികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കർഷകർ കടക്കാതിരിക്കാൻ അതിർത്തികൾ പോലീസ് ബാരിക്കേഡും കോൺക്രീറ്റ് ബ്ലോക്കുകളും അടച്ചു. ഹരിയാനയിൽ നിന്ന് ദില്ലിയിലേക്ക് കടക്കുന്ന ഭാഗങ്ങളിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേന്ദ്ര സർക്കാരിനെ വീണ്ടും മുൾമുനയിലാക്കുകയാണ് ഡൽഹിയിൽ നാളെ നടക്കുന്ന കർഷക പ്രതിഷേധം. 3 വർഷം മുൻപ് നടന്ന ഐതിഹാസിക പ്രക്ഷോഭത്തിന്റെ ആവർത്തനം പോലെ ഡൽഹി ചലോ മാർച്ചിന് ഉത്തരേന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രാക്ടറുകളുമായി കർഷകർ നീങ്ങി തുടങ്ങി. 2000-ലേറെ ട്രാക്ടറുകളിലായി 20,000 കർഷകരെങ്കിലും ഡൽഹിയിൽ എത്തുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. കൂടാതെ കാറിലും ബൈക്കിലും ബസ്സിലും മെട്രോ ട്രെയിനുകളിലും എത്തിയേക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൃഷിമന്ത്രി അർജുൻ മുണ്ട എന്നിവരുടെയും സീനിയർ BJP നേതാക്കളുടെയും വസതികൾ കർഷകർ വളയാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച തുടങ്ങിയ 200ഓളം കർഷക സംഘടനകളാണ് പിന്നിൽ. പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ കേന്ദ്രം അന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാണ് ആവശ്യം. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ്, അർജുൻ മുണ്ട എന്നിവർ കർഷക നേതാക്കളുമായി ചണ്ഡീഗറിൽ 8-ന് ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മന്ത്രിമാരുടെ ചർച്ച ഇന്നും തുടരും. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ കൂട്ടമായി ട്രാക്ടറുകളിലെത്തി അതിർത്തികളിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യും. 40 തവണ മാർച്ചിന്റെ റിഹേഴ്സലുകൾ നടന്നു. ഹരിയാനയിൽ 10ഉം പഞ്ചാബിൽ 30ഉം 100-ലേറെ യോഗങ്ങളാണ് ഒരുക്കങ്ങൾ തീരുമാനിച്ചത്. ഡൽഹി, ഉത്തർപ്രദേശ് അതിർത്തിയിലും സമീപ മേഖലകളിലും നിരോധനാജ്ഞ, ജനങ്ങൾ കൂട്ടം കൂടുന്നതും ട്രാക്ടറുകളും സമരക്കാരുടെ വാഹനങ്ങളും വിലക്കി, ആയുധങ്ങളും വടികളും നിരോധിച്ചു. സാമൂഹ്യ വിരുദ്ധർ മാർച്ചിൽ നുഴഞ്ഞുകയറി പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. 2020-21 കർഷക സമരം നടന്ന സിംഘു, ത്രിക്കി, ഗാസിപൂർ മേഖലകളിൽ വൻ സുരക്ഷാ സന്നാഹമുണ്ട്. ട്രാക്ടറുകൾ തടയാൻ കോൺക്രീറ്റ് ബാരിക്കേഡുകളും ക്രെയിനുകളും കണ്ടെയ്നറുകളും റോഡുകളിൽ സ്ഥാപിച്ചു. ജലപീരങ്കികൾ എത്തിച്ചു. ഹരിയാനയിൽ അംബാല, കുരുക്ഷേത്ര തുടങ്ങി 7 ജില്ലകളിൽ ഇന്റർനെറ്റും കൂട്ട SMS-ഉം നിരോധിച്ചു. 50 കമ്പനി കേന്ദ്രസേനയെ വിന്യസിച്ചു. കർഷകരുടെ ആവശ്യങ്ങൾ മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം, MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ, കാർഷിക കടം എഴുതിത്തള്ളണം. കർഷക സമരത്തിന്റെ കേസുകൾ പിൻവലിക്കണം. ലംഘിപൂർ ഗേരി കർഷക കൂട്ടക്കൊലപാതകത്തിലെ ഇരകൾക്ക് നീതി. ഇതൊക്കെയാണ് കർഷകരുടെ പ്രധാന ആവശ്യങ്ങൾ.